ഹലോ 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 ഒന്ന് നിക്കണേ മോനെങ്ങനെ ഈ സൈക്കിളിലാണോ കച്ചവടം ചെയ്യുന്നത്? ഇവിടെ ഡ്രൈ ഒക്കെ വെക്കാൻ പറ്റും. ഞാൻ വീട്ടിൽ ഇരുന്നപ്പോ ഭയങ്കരമായിട്ട് മൊബൈൽ കാണുമായിരുന്നു. അച്ഛൻ പറഞ്ഞ് എന്തേലും ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അദൃശ്യമായിട്ട് കണ്ടേ ഇപ്പൊ കട ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു. ഞാൻ പെട്ടെന്ന് വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഇതേ ഒരു മോനെ കണ്ടു കേട്ടാ. ഒരു വ്യത്യസ്തമായിട്ടുള്ള സൈക്കിളിൽ തൊപ്പിയൊക്കെ വെച്ച് വരുന്നു. ഹലോ 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 ഒന്ന് നിക്കണേ സൈക്കിൾ കൊള്ളാലോ, അടിപൊളി സൈക്കിളാണല്ലോ. ഇത് ആരുണ്ടാക്കി തന്നെ? ഈ മൈക്ക് ഞാനൊന്ന് കൊടുക്കട്ടെ. എങ്ങോട്ടാ യാത്ര? എങ്ങോട്ടാ യാത്ര? എടുത്തു പള്ളിയുടെ അവിടെ. പള്ളി പെരുന്നാൾ നടക്കും അല്ലേ? പെരുന്നാളില് കച്ചവടത്തിന് വേണ്ടി. മോനെങ്ങനെ ഈ സൈക്കിളിലാണോ കച്ചവടം ചെയ്യുന്നത്? ഇവിടെ ഡ്രൈ ഒക്കെ വെക്കാൻ പറ്റും. അച്ഛനെ ഡ്രൈ ഒക്കെ കൊണ്ടുപോയി. എന്നിട്ട് ഇതിനകത്ത് പുറയിൽ വെച്ച് കൊണ്ടുപോകോ? അല്ലല്ല, അവിടെ ചെന്ന് സൈക്കിൾ വെച്ചിട്ട് ഡ്രൈ ഇതേ ഫിറ്റ് ചെയ്യും. ഡ്രൈ ഇതിൽ ഫിറ്റ് ചെയ്യും, എന്നിട്ട് കച്ചവടം ചെയ്യും. മോന്റെ പേരെന്തോ? ആയുഷ്. എത്രല്ല പഠിക്കുന്നത്? ഇനി 8ലാ പഠിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് കച്ചവടം നടക്കുന്ന സ്ഥലത്തോടൊന്ന് പോവാം. അവിടെ അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം അല്ലേ? ഓ ശരി മോനെ, എന്തായാലും ഞാൻ യാദൃശ്യമായിട്ട് നമ്മുടെ വണ്ടി ഒന്ന് പെട്ടെന്ന് നിർത്തിയിട്ട് മോന്റെ ഒരു വീഡിയോ എടുക്കുവാണ് കേട്ടോ. കൊള്ളാം, എന്തായാലും അവന്റെ ഒരു സ്മാർട്ട്നെസ് ഒക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇത് അച്ഛനല്ലേ? ഇത് അച്ഛൻ വർഷം അച്ഛനാണോ സൈക്കിൾ റെഡിയാക്കി തന്നെ? അടിപൊളി സൈക്കിൾ കേട്ടോ. ഈ സൈക്കിൾ കണ്ട് പെട്ടെന്ന് ആളെ ഒന്ന് ഞാൻ ക്യാച്ച് ചെയ്യുമായിരുന്നു. ആ തൊപ്പിയൊക്കെ വെച്ച് വന്നപ്പോഴേ ഇതിൽ തണ്ണിമത്തന അല്ലേ? ആ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സൈക്കിളാണല്ലേ? നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ റെഡിയാക്കിയതാ. ഇങ്ങനത്തെ പരിപാടിയാ സൈക്കിൾ ആകെ ചെയ്യും അല്ലേ? ഓ ശരി. ചേട്ടന്റെ പേരെന്താ? അനീഷ്. ഓക്കെ. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? നമ്മുടെ വീട് കൊച്ചമ്പലത്താണ്, വർക്ക്ഷോപ്പ് ആനപ്പുറത്താണ്. എന്തായാലും കൊള്ളാം കേട്ടോ. ഇങ്ങനെ കച്ചവടമൊക്കെ ചെയ്യാൻ പറ്റിയ സൈക്കിൾ, ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാം അല്ലേ? നമ്മൾ ഇപ്പൊ സെപ്പറേറ്റ് ചെയ്യാവുന്ന സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, എടുത്ത് മാറ്റാൻ പറ്റും. അപ്പൊ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ ഇവിടെ ഈ പള്ളിയുടെ ഈ പരിസരത്തൊക്കെ കാണുമല്ലേ? കൊള്ളാം എന്തായാലും നിങ്ങളുടെ കച്ചവടം. സാനിക്ക് തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. അയ്യോ, ഞാൻ വന്ന് കാണുകയും ചെയ്തു. ഞാനിപ്പോ ഉദ്ഘാടനം ചെയ്തു വന്നതേ ഉള്ളൂ. സാനി നമ്മളെ ഭാഗ്യത്തിന് ഇവിടെ എത്തി. നമുക്കത് ചെയ്യാനുള്ള കഴിഞ്ഞ മുന്നിലത്തെ വർഷം ഞങ്ങൾ ഇവിടെ കട നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? പെരുന്നാളിൽ. അപ്പൊ ഈ സൈഡിൽ ഇതുണ്ട്, ഐസൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത്. ഇതും തുറന്നേ. ഇതിലും തണ്ണിമത്തനാട്ടോ. ഞാൻ വീട്ടിൽ ഇരുന്നപ്പോ ഭയങ്കരമായിട്ട് മൊബൈൽ കാണുമായിരുന്നു. അച്ഛൻ പറഞ്ഞ് എന്തേലും ഒക്കെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അവിടെ കച്ചവടം വർക്ക്ഷോപ്പിന് 30 രൂപ 3 90. അപ്പൊ അച്ഛൻ പറഞ്ഞ് അവിടെ കട ഇടട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞ് വേണ്ട, ഇവിടെ പെരുന്നാൾ തുടങ്ങുക, അന്നേരം കച്ചവടം ചെയ്യാന്ന് പറഞ്ഞു. ഗ്ലൗസ് ഒക്കെ വെച്ച് നല്ല നീറ്റായിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. പഠിച്ചാരാകാൻ ആഗ്രഹം? പഠിച്ച് ഷെഫാകാൻ ആഗ്രഹം. സന്തോഷമാണ്. എന്റെ വീട് എവിടെ? കൊച്ചമ്പലത്ത്. അപ്പൊ ഞങ്ങൾ ഇവിടെ കാണും ഈ പള്ളി പെരുന്നാൾ തീരുന്നിടം വരെ അല്ലേ? എല്ലാരും പരിചയക്കാരാ കേട്ടാ. സന്തോഷം. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ജോസഫ്. നിങ്ങളുടെ പള്ളിയിലെ പെരുന്നാളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നേ. അപ്പൊ ഈ മോന്റെ കച്ചവടം കണ്ടു. അപ്പൊ ഞാനിങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ മോനെ കണ്ടത്. എന്തായാലും സന്തോഷം. അദൃശ്യമായിട്ട് കണ്ടേ ഇപ്പൊ കട ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു ഞാൻ. അപ്പൊ ഈ എടത്തോ പള്ളിയുടെ ഈ പരിസരത്ത് ഈ സൈക്കിളുമായിട്ട് ഈ മോനുണ്ടാവും, ഒരു തൊപ്പിക്കാരൻ മോൻ, എന്നെ പോലെ ഒരു തൊപ്പിക്കാരൻ മോൻ. അപ്പം കച്ചവടം എല്ലാവരും ഉഷാറായി കൊടുക്കുക കേട്ടാ. അപ്പൊ അച്ഛനൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത സൈക്കിളാണ്. സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി സൈക്കിള്. വ്യത്യസ്തമായിട്ടുള്ള സൈക്കിളും വ്യത്യസ്തമായിട്ടുള്ള ഒരു മോനും. ചേച്ചി ബാക്കിൽ ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. പേരെന്താ ചേച്ചിയുടെ? സുമിത. അപ്പൊ എന്തായാലും ഇവരെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. പള്ളിയിൽ പെരുന്നാൾ നടക്കുകയാണ്. എന്നോ 2 പെരുന്നാള് 14-ാം തീയതി വരെ ഉണ്ടല്ലേ? അപ്പൊ തിരിച്ചു വന്നപ്പോഴത്തേക്ക് സാനിയെ കണ്ടത്. കാരണം ഭയങ്കര തിരക്കല്ലായിരുന്നു. അതെ. അപ്പോൾ കുറെ നേരമായിട്ട് കണ്ടില്ലായിരുന്നു. ഞാൻ കരുതി പാലം എന്ന് പറയുമ്പോ അപ്പുറത്തെ പാലം എന്ന് കരുതി. അപ്പൊ നമ്മുടെ മോൻ ഈ സൈക്കിളുമായിട്ടേ നമ്മുടെ എടത്തോ പള്ളിയുടെ ഭാഗങ്ങളിൽ കാണും. അപ്പൊ എല്ലാരും ഈ തണ്ണിമത്തൻ ജ്യൂസൊക്കെ വാങ്ങിച്ച് സഹായിക്കണം കേട്ടോ. ഇല്ല, എന്റെ കച്ചവടം ഫസ്റ്റ് കച്ചവടമാ അല്ലേ? വേണോടാ വെച്ചോ അതിരിക്കട്ടെ. ഇരുന്നോ? ഇരിക്കട്ടെന്ന് മുട്ട വെച്ചോ.